ഡിഗ്രി തേർഡ് ഫേസ് അതിൻ്റെ ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ സ്ഥിരം കലാപരിപാടികളായ ഡിലീറ്റ് ചെയ്യൽ, പ്രൊഫഷണൽ കീ തിരുത്തൽ തുടരുന്നു. 16 ഡിലീറ്റ് ചെയ്തത്. ഡിലീറ്റ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡി കോഡ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 പ്രതിപാദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അണ്ണമ്മ. ഡിലീറ്റ്. ഇത് ആൻസർ കീ തിരുത്തിയതാണ്. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആദ്യം C എങ്ങാണ്ടായിരുന്നു കൊടുത്തത്, ഇപ്പം A ആണ്. ആർട്ടിക്കിൾ 356. ഭാഗ്യം ഡിലീറ്റ് ചെയ്തില്ലല്ലോ. അടുത്ത ഡിലീറ്റ് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി, അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കറക്റ്റ് ആൻസർ ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അടുത്ത ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി, അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അടുത്ത ഡിലീറ്റ് ചെയ്തത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി. എന്തിനാണോ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തത്. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അതും ഡിലീറ്റ് ചെയ്തു. സാമൂഹ്യ സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിച്ചു, ഡിലീറ്റ് ചെയ്ത് പരിഗണിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് 26, ഈ ക്വസ്റ്റ്യൻ കൂടി D ആണ്. ഈ 26 തൊട്ട് 30 വരെ ഡിലീഷൻ്റെ ഒരു മേള തന്നെയാണ്. 26 ഡിലീറ്റ് ചെയ്തു. മുഗൾ കലയും വാസ്തുവിദ്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക, അത് ഡിലീറ്റ് ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ, അത് ഡിലീറ്റ് ചെയ്തു. UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അത് പിന്നെ ഡിലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക, അതും ഡിലീറ്റ് ചെയ്തു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക, അതും ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഒറ്റയടി 5 ഡിലീറ്റ് ചെയ്തു. NSSOയുടെ പൂർണ്ണരൂപം ആൻസർ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കേരളത്തിൽ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത്, അതും ഡിലീറ്റ് ചെയ്തു. നമ്മൾ ബൊമ്മയുടെ കാര്യം പറഞ്ഞു. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തില്ല, ആൻസർ ചേഞ്ച് ചെയ്തു. ബി ഓപ്ഷനായിട്ട് ചേഞ്ച് ചെയ്തു. പ്രൊഫഷണൽ കീയിൽ വേറെ ആയിരുന്നു, ഇത് 57 ആൻസർ. 54 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക. 54 ഡിലീറ്റ് ചെയ്തു. 53 ക്വസ്റ്റ്യൻ തിരുത്തിയിട്ട് 54 ഡിലീറ്റ് ചെയ്തു. 59 ആൻസർ തിരുത്തി. സി ആയിരുന്നു അവർ ആദ്യം കൊടുത്തിരുന്നത്, പിന്നെ B 10 ആക്കി. 59ാമത്തെ ക്വസ്റ്റ്യൻ മാത്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റിലെ കണക്കായിരുന്നു. 67 ചേഞ്ച് ചെയ്തു, അതും C ഓപ്ഷനാണ്. C ഓപ്ഷനായിട്ട് ചേഞ്ച് ചെയ്തു. 62ാമത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 7 അംഗങ്ങളാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. Pയുടെ മകളാണ്. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 16 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. PSC നിലവാരം കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നത് എനിക്ക് ശരി. മര്യാദയ്ക്ക് 100 ക്വസ്റ്റ്യൻ അറിയാത്തവരൊക്കെയാണ് എക്സ്പേർട്സ്, പിള്ളേരുടെ ഭാവി തുളയ്ക്കാനായിട്ട്. ഇതിനകത്ത് 16 ഡിലീറ്റ് ചെയ്തതിൽ എത്ര എണ്ണത്തിന് കറക്റ്റ് ആൻസർ ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതും ഡിലീറ്റ് ചെയ്തു. അത് ഏറ്റവും കോമഡി, എക്സാം ഹാളിലിരുന്ന് കഷ്ടപ്പെട്ട് വായിച്ച് കറക്റ്റ് ആക്കിയവരുടെ മാർക്കാണ് പോകുന്നത്. ഇതൊക്കെ എന്ന് മനസ്സിലാക്കും PSC? എന്ത് ചെയ്യാനാണ്? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. പേഴ്സണലി എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇത്രയും നന്നായിട്ട് പഠിച്ച് എഴുതിയവരുടെ കാര്യം ആലോചിച്ചിട്ടാണ്. ഞാൻ 2014 സബ് ഇൻസ്പെക്ടർ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ആളാണ്. അന്ന് 25 എത്രയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അന്ന് നന്നായിട്ട് എഴുതിയിട്ട് ലിസ്റ്റിൽ വരാഞ്ഞൊരു ഫ്രണ്ട് എനിക്കുണ്ട്. അത് ഈ PSCയിലെ കലാപരിപാടികൾ കാരണം കൊണ്ടാണ്. എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?